വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. വൈകിട്ട് നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഞാൻ മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. ഒരു കൊലയായിട്ട് പറിക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിസാഹസികമായി 2 മാത്രമേ വീണിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഈ വീടിന് ചുറ്റും ഫുള്ള് മാവായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പഴുത്തൊക്കെ വീഴുവാണ്. പിന്നെ ഞാൻ അതൊക്കെ വാരിക്കളഞ്ഞ് മുറ്റമൊക്കെ തൂത്ത് പെരയ്ക്കാനും തൂത്ത് തുടച്ച് കേട്ടോ. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേനും ചേട്ടായി വന്നതാണ്, ഞങ്ങൾ കണിയൊരുക്കാനും തുടങ്ങി. പിന്നെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞ് ബാക്കി വന്ന പൂവും വേസ്റ്റും ഒക്കെ ഞാൻ കൈകൊണ്ട് തന്നെ തൂത്ത് കളഞ്ഞു കേട്ടോ. അതിനകത്ത് ഞങ്ങളുടെ ഹെൽപ്പിന് വേണ്ടി നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനും ഉണർന്നായിരുന്നേ. ഞാനും ഉണർന്ന് കണിയൊക്കെ കണ്ടതിന് ശേഷം പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിക്കുവാണേ. വിളക്കൊക്കെ കത്തിച്ച് ഞാനും പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ 5:30 ആയപ്പോഴത്തേനാണ് ഞാൻ ചേട്ടായിയെയും വിളിച്ച് കണി കാണിച്ചത്. അങ്ങനെ അനൂസിനെയാണ് കേട്ടോ കണി കാണിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെ അനൂസിനെയും എടുത്തുകൊണ്ട് വന്ന് വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പ്രാർത്ഥിക്കാൻ പറയുകയാണ് കേട്ടോ. ആദ്യം അവൾ കണ്ണൊന്നും തുറന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കണിയൊക്കെ കാണുമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേനും കശി ഉണർന്ന് കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ ചേട്ടായി ഞങ്ങൾക്ക് 2 പേർക്കും വിഷു കൈനീട്ടമൊക്കെ തന്ന് ഞങ്ങളും തിരിച്ച് കൈനീട്ടമൊക്കെ കൊടുത്ത് പിന്നെ അനൂസ് നേരെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നേ. പിന്നെ കാപ്പി പരിപാടിയൊക്കെയും കഴിഞ്ഞ് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി അനൂസിനെ ഞങ്ങളൊരു കുഞ്ഞ് കൃഷ്ണനാക്കി കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്തില്ല കേട്ടോ. പിന്നെ ഏപ്രിൽ 17-ാം തീയതി ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ രാവിലത്തെ തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും ഇവിടെ നിന്ന് കഴിച്ചേ. രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. ചേട്ടായി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ദീപാരാധന സമയത്തായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടു തൊഴുത് വഴിപാടിനുള്ളതും കൊടുത്ത് ഞങ്ങൾ ചുറ്റും തൊഴാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അനൂസിന് പിന്നെ വിശാലമായ ഒരു മുറ്റം കണ്ടാൽ പിന്നെ ഓടിക്കളിയും തനിയെ നടക്കാനൊക്കെയുള്ള ആഗ്രഹമായിരുന്നേ. അങ്ങനെ അവൾ അവിടെ എല്ലാം ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി നേരെ പോയത് പള്ളിയിലോട്ടാണേ. പള്ളിയിൽ ചെന്ന് ആദ്യം തന്നെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് ഞങ്ങൾ മിക്കപ്പോഴും പള്ളി വരാറുണ്ട് കേട്ടോ. വിശേഷ ദിവസം നല്ല ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട്. അനൂസിനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്, ഓടിക്കളിക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ലേ. പിന്നെ ഞങ്ങൾ 1-2 കടകളിലൊക്കെ കയറി ഡ്രസ്സൊക്കെ എടുത്ത് നേരെ പോയത് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ കേക്കിന് ഓർഡർ കൊടുത്ത് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് കേട്ടോ. അനൂസ് കേക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങി നേരെ വീട്ടിലോട്ടാണ് പോയത്. അനൂസിന് പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള ധൃതിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നത് സെൽഫി സ്റ്റാൻഡിലാണെങ്കിൽ ഫോണും വെച്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ ഞങ്ങളെ 3 പേരെ. വൈകുന്നേരം ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരോട് അനൂസിനും കൂടെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.